നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യം തെളിയിക്കാന് നുണപരിശോധനയ്ക്ക് സുസ്മിത തയ്യാറായത്. പക്ഷേ അത് എന്നെ ബോധ്യപ്പെടുത്താനാണെന്ന് മനസ്സിലായത് അവള് നുണപരിശോധനയുടെ സമയത്ത് ഒരു കിഡ്നാപ്പിംഗ് നാടകം നടത്തിയപ്പോഴാ. അത് പൊളിഞ്ഞതിന് ശേഷം നുണപരിശോധനയിൽ ഹൃദയമിടിപ്പും പൾസും നിയന്ത്രിക്കുന്ന മരുന്നുകൾ കഴിച്ച് വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. സുസ്മിത കുറ്റവാളിയാണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് എന്ത് വേണം? മിലോഡ്, നോട്ട് ദിസ് പോയിന്റ്. ഈ സുസ്മിത എവിടെയായിരുന്നു താമസം? എന്റെ വീട്ടിൽ. എത്ര കാലമായി? 1.5 വർഷത്തോളാവുന്നു. കൂട്ടുകാരിയുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ എന്താണ് കാരണം? അവർക്ക് സ്വന്തമായിട്ട് വീടില്ലേ? ഉണ്ട്. പിന്നെ എന്റെ മകൻ വിഷ്ണുവിനെ ഇഷ്ടമായിരുന്നു സുസ്മിതയ്ക്ക്. അവരുടെ കുഞ്ഞുനാളിലെ ഞങ്ങൾ അമ്മമാര് തമ്മിൽ പറഞ്ഞുറപ്പിച്ചതാ അവരുടെ വിവാഹം. പിന്നീട് ആ പറഞ്ഞുറപ്പിച്ച വിവാഹം നടന്നില്ലല്ലോ. എന്തായിരുന്നു അതിന് കാരണം? വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വന്നു. അവനവളെ വിവാഹം കഴിക്കേണ്ടതായും വന്നു. വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ വിഷ്ണുവിന് ആ പെൺകുട്ടി ഇഷ്ടമായിരുന്നില്ലേ? ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നെ ആർക്കാണ് ഇഷ്ടമല്ലാതിരുന്നത്? നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമല്ലായിരുന്നു എന്ന് ഞാൻ പറയും. വിഷ്ണുവിനെ കൊണ്ട് സുസ്മിതയെ വിവാഹം കഴിപ്പിക്കാമെന്ന് അവളുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതിനാൽ. Am I right? അതെ, ശരിയാണ്. ഈ സുസ്മിത എന്നു മുതലാണ് നിങ്ങളുടെ വീട്ടിൽ താമസം തുടങ്ങിയത്? ഐ മീൻ, അങ്ങനെ സ്ഥിരതാമസത്തിനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? വിഷ്ണുവുമായി സുസ്മിതയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാ. അതുമായി ബന്ധപ്പെട്ട് നാളുകൾക്ക് മുമ്പ് തന്നെ സുസ്മിത എന്റെ വീട്ടിലുണ്ടായിരുന്നു. സുസ്മിത വിഷ്ണുവിനെ വിവാഹ പന്തലിൽ കാത്തിരിക്കുമ്പോഴാണ് വിഷ്ണു മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്, അല്ലേ? അതെ. എന്താണ് ആ പെൺകുട്ടിയുടെ പേര്? ശാലിനി. വിഷ്ണുവും ശാലിനിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടും ഈ സുസ്മിത നിങ്ങളുടെ വീട്ടിൽ തന്നെ തുടരാനുള്ള കാരണം എന്തായിരുന്നു? വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് പുതുതായി വന്ന ശാലിനി എന്ന പെൺകുട്ടിയെ ഏതെങ്കിലും വിധേന ഒഴിവാക്കാമെന്നും അങ്ങനെ കൂട്ടുകാരിക്ക് കൊടുത്ത വാക്ക് പാലിക്കാമെന്നും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നോ? തെമ്മാടിത്തരം പറയരുത്. ഇത് കോടതിയാ സത്യാമ്മേ, മറുപടി പറഞ്ഞേ തീരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.